ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വിമാനം തകർന്നപ്പോഴും പ്രളയം വന്നപ്പോഴും തൂക്കമരത്തിൽ നിന്ന് രക്ഷിക്കാൻ കോടികൾ വേണമെന്ന് പറഞ്ഞപ്പോഴും നമ്മളെ മലയാളികളെ മനസ്സ് പതറിയിട്ടില്ല. പക്ഷേ അർജുന സഹോദര, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി പോയി. 6 ദിവസമായിട്ടും മലയാളിയായ യുവാവ് കർണാടകയിലെ ശിരൂരിൽ മണ്ണിനടിയിലായിട്ട് ഇത്രയും മാധ്യമ ശ്രദ്ധ നേടിയ ഒരു അപകടം ഉണ്ടായിട്ടും അതൊരു ഡ്രൈവറല്ലേ എന്ന് പറഞ്ഞിട്ട് പുച്ഛാക്കിയിട്ട് തള്ളുന്ന ഗവൺമെന്റിനെതിരെ കാണുമ്പോ വെറും പുച്ഛാന്ന് തോന്നുന്നു കേട്ടാ. ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് എന്റെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവില്ല. നാട്ടിൽ നിന്ന് വന്ന എക്സ്പേർട്ട്, ലാൻഡ് സ്ലൈഡിങ്ങിൽ നിന്ന് രക്ഷിക്കുന്ന വിദഗ്ധന്മാർ വന്നപ്പോ അവരെപ്പോലും തടയുന്ന അധികാരികളെ നമ്മൾ കണ്ടു. അപ്പോഴാണ് കേരളത്തിന്റെ വില എന്താണെന്നും നമ്മുടെ ഐക്യം എന്താണെന്നും നമ്മുടെ രക്ഷാപ്രവർത്തനം എന്താണെന്നുള്ള ഓവർ സ്മാർട്ട്നെസ് എന്താണെന്നുള്ള നമ്മൾ മനസ്സിലാക്കും, നമ്മളടക്കം എല്ലാരും. സത്യം പറഞ്ഞാൽ ഇത് കേരളത്തിലാണെങ്കിൽ നമ്മളുടെ ആ അനുജൻ അവന്റെ കുടുംബത്തോടൊപ്പം നിന്നിട്ട് ഒരു സെൽഫി ഫോട്ടോ എടുത്തിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടാവും. മനുഷ്യത്വമില്ലാത്ത ഒരു സ്ഥലത്താണ് അവൻ അകപ്പെട്ടു പോയതെങ്കിലും അവനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ.